അസ്സലാമു ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ സ്റ്റാർട്ടിങ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, കുക്കിംഗ് അല്ല. ഇന്ന് ഞാൻ നമ്മൾ പാലിൻ്റെ ബോട്ടിൽ കളയുന്ന ബോട്ടിൽ വെച്ച് ഉണ്ടാക്കുന്ന കുറച്ച് പോട്ടുകളുടെ വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ തൈരിൻ്റെ പാത്രം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു പോട്ടാണ്. അപ്പോൾ അതിൻ്റെ മൂടിയാണ് താഴെ ഒരു ട്രേ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്, വെള്ളം വീഴുന്ന ട്രേയിൽ അതായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കാണിക്കുകയാണ്. പാലിൻ്റെ ബോട്ടിലാണ് ഇതൊക്കെ, പാലിൻ്റെ ബോട്ടിൽ വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു പോട്ടാണ് കേട്ടോ. ഇതിൻ്റെ ഹാൻഡിൽ നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ഇത് ചെയ്തെടുക്കാം. ഇതൊരു നമ്മളൊരു എന്താ പറയുക, ഫ്ലോർ ക്ലീനർ വാങ്ങിക്കുന്നൊരു കണ്ടെയ്നറായിരുന്നു. അത് ഞാൻ ചെയ്തിട്ടുള്ളതാണിത്. കുറച്ച് കോട്ടൺ ത്രെഡും ജൂട്ട് ത്രെഡൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാനിത് പാലിൻ്റെ ബോട്ടിൽ ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു രീതിയിലാണ് പെയിൻറ്റ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഇത് കാണിക്കുന്നത് കേട്ടോ. കണ്ട ഇതുപോലെ നമുക്ക് അതിൻ്റെ ആ പേപ്പർ പെട്ടെന്ന് തന്നെ ഇളകി പോരുന്ന ഒരു പേപ്പറാണ് ഇതിൻ്റെ ഇത്. എന്നിട്ട് നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുന്നത് ഞാൻ ആ ഒരു വീഡിയോ മിസ്സായിപ്പോയി കേട്ടോ. അത് കത്തി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ ആ ഷേപ്പ് ആദ്യം ഒന്ന് ഇതിൻ്റെ മീതെ വരച്ചിട്ട് ആ ഷേപ്പിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് നമുക്കിതൊന്ന് ലെവലാക്കി കൊടുക്കാം. കത്തി കൊണ്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഒന്ന് അരികൊക്കെ കയറി ഇറങ്ങിയിട്ടൊക്കെ നിൽക്കുന്നത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ക്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഷേപ്പിലാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഈ ഷേപ്പ്. നമുക്കൊന്ന് ലെവലാക്കി കട്ട് ചെയ്തതിന് ശേഷം അടിയിലൊന്ന് ഹോൾസ് ഇട്ട് കൊടുക്കാം. ചെറിയൊരു കമ്പിയുടെ കഷ്ണം ചൂടാക്കിയിട്ട് അത് നന്നായി ചൂടാക്കിയിട്ട് ഹോൾസ് ഇട്ട് കൊടുത്താൽ മതിയിട്ട്. അപ്പം ഞാൻ വേറൊരു പാലിൻ്റെ കണ്ടെയ്നറിൻ്റെ അടിഭാഗമാണ് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ അടിയിലത്തെ ട്രേ ആക്കി യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വെള്ളം ടേബിളിലൊക്കെ വെക്കുകയാണെങ്കിൽ വെള്ളം താഴേക്ക് പോകാത്ത രീതിയിൽ നമുക്ക് കിട്ടും. കണ്ട ഇതുപോലെ ഈ ഒരു കണ്ടെയ്നർ പാലിൻ്റെ പാത്രം വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു പോട്ട് ചെയ്തിട്ടുള്ളത്. ഇത് ജൂട്ടിൻ്റെ ക്ലോത്തും അടിയിൽ ജൂട്ട് ത്രെഡും കൂടി കൊടുത്തിട്ട് ചെറിയ ഹാൻഡിലൊക്കെ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതും അതുപോലെ തന്നെ കോട്ടൺ ത്രെഡും ജൂട്ടിൻ്റെ ക്ലോത്തും കൂടിയും വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഷേപ്പൊക്കെ മാറ്റിയെടുക്കാണ്ട് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം കുറച്ചൊന്ന് ഇറക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇത് ഞാനൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതുപോലെ വൈറ്റ് പെയിൻ്റാണ് കൊടുക്കുന്നതും ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ബ്ലാക്കോ വൈറ്റോ ഏത് കളർ വേണമെങ്കിലും കൊടുക്കാം. ഡിസൈൻ ചെയ്യണമെങ്കിൽ ചെയ്യാം. അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ്. പെയിൻറ്റ് നന്നായി ഒന്ന് ഷേക്ക് ചെയ്തിട്ട് വേണം നമ്മളിതൊന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു കണ്ടെയ്നർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലൊക്കെ പാൽ മേടിക്കുമ്പോൾ നമ്മൾ കവറിലുള്ള പാലാവും കിട്ടുന്നുണ്ടാവുക. പക്ഷെ അതിന് പകരം നമുക്ക് ഇപ്പോൾ ഫ്ലോർ ക്ലീനറിന് കൊണ്ടുവരുന്ന കണ്ടെയ്നറോ അതല്ലാണ്ട് നമ്മൾ പലതും വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന കണ്ടെയ്നേഴ്സൊക്കെ ഉണ്ടാവും. അതൊക്കെ നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്താൽ മതിയാവും. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഗൾഫിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാൽ ഇതുപോലത്തെ ക്യാനിലാണ് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പാലിൻ്റെ ഈ പാത്രം ഈ കണ്ടെയ്നർ നമുക്ക് ഇതുപോലെ പല രൂപത്തിൽ പല ഷേപ്പിലുള്ള പോട്ടുകളാക്കിയിട്ട് എടുക്കാം കേട്ടോ. പല ഇത് ഒട്ടിച്ചിട്ട് ഇപ്പോൾ പെയിൻറ്റ് ചെയ്യണമെന്ന് മാത്രമൊന്നുമില്ല, നമുക്ക് പലത് ഒട്ടിച്ചിട്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് കോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഉണങ്ങിയതിന് ശേഷം നമുക്കിത് സെക്കൻഡ് കോട്ട് അടിക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ സെക്കൻഡ് കോട്ടും അടിച്ച് ഒന്ന് ഉണങ്ങിയതിന് ശേഷം സെക്കൻഡ് കോട്ടും ഒന്ന് ഇതുപോലെ ആദ്യം അടിച്ചതിൻ്റെ ഓപ്പോസിറ്റായിട്ട് സെക്കൻഡ് കോട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, പെയിൻറ്റ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് വല്ല എന്തെങ്കിലുമൊക്കെ ഷെൽസൊക്കെ ഒട്ടിച്ചിട്ട് ചെയ്യാം. അല്ലെങ്കിൽ വേറെ ഇപ്പോൾ ഇതുപോലെ ജൂട്ട് കോട്ടൺ ത്രെഡ് അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വീട്ടിലിരിക്കുന്ന സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇപ്പോൾ പിസ്ത ഷെല്ല്, അപ്പോൾ പിസ്ത ഷെല്ലൊക്കെ ഒട്ടിക്കുമ്പോൾ നമ്മൾ ഗ്ലൂ ഗണ്ണൊക്കെ വെച്ചാണ് ഒട്ടിക്കണമെന്നുണ്ടെങ്കിൽ ഇതിന്ന് പെട്ടെന്ന് വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ മറ്റേ മാസ്കിൻ ടേപ്പില്ലേ, മാസ്കിൻ ടേപ്പ് അതിൻ്റെ ഒരു പേപ്പർ പോലത്തെ മാസ്കിൻ ടേപ്പ് ഉണ്ട്. അതൊന്ന് ആദ്യം ഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നതാവട്ടെ നല്ലത്. അപ്പോൾ നന്നായി ഒട്ടിയിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ വല്ല ഗ്ലൂ വെച്ചിട്ട് നന്നായി ഒട്ടുന്ന ഗ്ലൂ വെച്ചിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ഡയറക്റ്റ് ഒട്ടിച്ചു കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് അതിനെ മീതെ പെയിൻറ്റ് ചെയ്തിട്ടൊക്കെ യൂസ് ചെയ്യാം, പെയിൻറ്റ് ചെയ്യാണ്ട് ഉപയോഗിക്കാം. ഞാൻ സെക്കൻഡ് കോട്ടും അടിച്ചിട്ടുണ്ട്. നമുക്കിത് ഉണങ്ങിയതിന് ശേഷം ആണ് ഇപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഉണക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ. അതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒരു ബ്ലൂ കളറിൽ ചെറിയൊരു റൗണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ റൗണ്ട് കൊടുത്തിട്ട് എനിക്ക് റൗണ്ട് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഒന്നും കൂടി ഒന്ന് ഫില്ലാക്കാൻ തോന്നിയപ്പോൾ ഞാൻ ചിലതൊന്ന് ഫില്ലാക്കി കൊടുത്തിട്ടുണ്ട്. ഡോട്ട് പോലെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ്. ചെറിയ ചെറിയ ഡോട്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ കോട്ടൺ ബഡ്സ് ഇല്ലേ, അത് പെയിൻറ്റിൽ മുക്കിയിട്ട് ചെറിയ ഡോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മളെ ഇഷ്ടത്തിന് പല രൂപത്തിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ കട്ടിങ് തന്നെ നമുക്ക് ഇതേപോലെ അല്ലാണ്ട് വേറെ രൂപത്തിൽ കട്ട് ചെയ്യാം.
അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതുപോലെ റൗണ്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഫുൾ ഫില്ലാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, പാലിൻ്റെ പാത്രം തന്നെയാണ്. ഇതൊരു ഹാങ്ങിങ് പോട്ട് പോലെയാണ് ചെയ്തിട്ടുള്ളത്. ചെറിയ ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തന്നെ കുറച്ച് നീളത്തിൽ ഇങ്ങനെ എടുത്തിട്ട് ബാക്ക് സൈഡ് എടുത്തിട്ട് അവിടെ ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഹാങ് ചെയ്ത് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഹാങ് ചെയ്യാൻ വേണ്ടി നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ടെന്ന് ആവശ്യമില്ല, അതിൽ തന്നെ ചെയ്യാം. ഇതുപോലെ ചെയ്തെടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചിട്ടും ഇഷ്ടത്തിനനുസരിച്ചിട്ടും നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത് കണ്ടോ, ഇത് നമ്മൾ ഫുഡൊക്കെ കൊണ്ടുവരുന്ന കണ്ടെയ്നറാണ്. അതിൻ്റെ മൂടിയാണ് ട്രേ ആക്കി വെച്ചിട്ടുള്ളത്. ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ ലിങ്കൊക്കെ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, വേണ്ടവർക്കൊന്ന് കണ്ടു നോക്കാം. ഇതും ഇതുപോലെ മിൽക്ക് മെയ്ഡിൻ്റെ ടിന്നും പിന്നെ ഒരു ചെറിയൊരു അരികെ പൊട്ടിയൊരു ചെറിയൊരു ഗ്ലാസ് ബൗൾ ഉണ്ടായിരുന്നു, അതും ഇതുപോലെ റീയൂസ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എല്ലാ റൗണ്ടും ഞാനൊന്ന് ഡോട്ട് പോലെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ അടിയിൽ ഞാൻ കൊടുത്തിട്ടില്ല, നമ്മൾ കവർ ചെയ്ത് അടിയിലെ ട്രേ വെച്ചിട്ട് കവർ ചെയ്ത് പോകുന്നതാണല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ അടിയിൽ പെയിൻറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഫുള്ളായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ചെടിയൊക്കെ നട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ പൈസ കൊടുത്ത് നമുക്ക് ഏത് രൂപത്തിൽ എങ്ങനെ വേണമെന്നുള്ള പോട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ ഇതുപോലെ നമ്മളെ കയ്യിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് നമ്മൾ തന്നെ വീട്ടിൽ തന്നെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമല്ലേ, കാണുമ്പോഴും ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ചോദിക്കുമ്പോഴൊക്കെ നമുക്കത് ഭയങ്കര ഒരു സന്തോഷമായിരിക്കും. അപ്പോൾ അതുപോലെ നിങ്ങളും വീട്ടിൽ ചെയ്തെടുക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ വീഡിയോസൊക്കെ. പിന്നെ എൻ്റെ കുക്കിംഗ് വീഡിയോ ഉണ്ട്, അതിനോടൊപ്പം അതും കാണുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.